إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم من دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. മനുഷ്യർക്കായുണ്ടാക്കിയ ആദ്യ വീട് മക്കയിലേതു തന്നെ. അത് അനുഗ്രഹീതമാണ്, ലോകർക്കാകെ വൈകാട്ടിയാണത്. ഇതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൻ്റെ വിശദീകരണം, മനുഷ്യനു വേണ്ടി പടുത്തുയർത്തപ്പെട്ട ആദ്യത്തെ ദൈവഭവനം അതൊരു വെറും കൽ മന്ദിരമല്ല, മറിച്ച് കോടാനുകോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയമിടിപ്പുകൾ സംഗമിക്കുന്ന ലോകത്തിൻ്റെ ആത്മീയ കേന്ദ്രമാണ് കഅബ. ലോകത്തിൻ്റെ അച്ചുതണ്ട്. ചുറ്റും ഇരുട്ട് മൂടിയ കാലത്ത് മനുഷ്യരാശിക്ക് വെളിച്ചം കാണിച്ച് വഴി നടത്താൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ വിളക്കുമരമാണത്. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക്, ഹൃദയങ്ങൾക്ക്, ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾക്ക് എന്നും അനുഗ്രഹത്തിൻ്റെ കുളിർമ നൽകുന്ന ഉറവിടം. അവിടെ ചെന്നാൽ നാം കാണുന്നത് വെറുമൊരു ശൂന്യതയല്ല, മറിച്ച് കാലത്തെ അതിജീവിച്ചു നിൽക്കുന്ന സ്പഷ്ടമായ അടയാളങ്ങളാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കൽപ്പാടമുണ്ട്. അതൊരു കല്ലിൽ പതിഞ്ഞ വെറുമൊരു അടയാളമല്ല, നെഞ്ചുറപ്പുള്ള, കരുത്തുള്ള ഒരു മനുഷ്യൻ്റെ, ഒരു മഹാമനുഷ്യൻ്റെ, ഒരു പ്രവാചകൻ്റെ, സൃഷ്ടാവിനോടുള്ള അടങ്ങാത്ത, നിർവചിക്കാൻ കഴിയാത്ത പ്രണയത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ജീവിക്കുന്ന സ്മാരകമാണ്. ആ കാൽപ്പാടുകൾ നമ്മോട് പറയുന്നത് സ്വന്തം ജീവനേക്കാളും പ്രിയപ്പെട്ടതെല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ഒരു വലിയ ചരിത്രമാണ്. ഓരോ ഹജ്ജ് തീർത്ഥാടകനും ആ അടയാളങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സ്വന്തം ജീവിതത്തിലെ സമർപ്പണങ്ങളെക്കുറിച്ചാണ് ഓർക്കേണ്ടത്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് സമാധാനമാണ്. എന്ത് നേടിയാലും മനസ്സിന് സമാധാനമില്ലെങ്കിൽ പിന്നെന്തു ജീവിതം? പേടിപ്പെടുത്തുന്ന ഈ ലോകത്ത് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്ന മനുഷ്യന് പൂർണ്ണമായ സമാധാനത്തോടെ, യാതൊരു പേടിയുമില്ലാതെ ഒരു അഭയകേന്ദ്രം, അതാണ് മക്ക. മൻ ദഖലഹു ആമിന, അവിടെ പ്രവേശിക്കുന്നവർ നിർഭയനായിരിക്കും, ഒരു പേടിയുണ്ടാവില്ല എന്ന ഖുർആൻ്റെ വാഗ്ദാനം ആ മന്ദിരത്തിൻ്റെ വെറുമൊരു ഭൗതിക സുരക്ഷയല്ല, മറിച്ച് അവിടെയെത്തുന്ന കോടാനുകോടി ആത്മാവിന് ലഭിക്കുന്ന വർണ്ണനീയമല്ലാത്ത ആത്മീയ ശാന്തി കൂടിയാണ്. അവിടെ കിട്ടുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മീയ സുഖമുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവൻ ആ പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കുക എന്നത് വെറുമൊരു ആചാരമല്ല, അതൊരു വലിയൊരു കടപ്പാടാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ കടപ്പാട്. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന്, മനുഷ്യനെ തിരക്കുകളിൽ ആണ് സൃഷ്ടിക്കപ്പെട്ടത്, പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന്, അവൻ്റെ സമ്പാദ്യങ്ങളിൽ നിന്ന്, സകല ലോകമാന്യതകളിൽ നിന്നും എല്ലാം വിട പറഞ്ഞ്, ഉടുതുണി പോലും ഉപേക്ഷിച്ച് വെറും 2 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആത്മാവിൻ്റെ അതിമരൂപത്തിലേക്ക് മനുഷ്യൻ നടത്തുന്ന ഒരു തിരിച്ചുപോക്കാണ് ഹജ്ജ്. നാളെ ഒരു ദിവസം അള്ളാഹുവിൻ്റെ മുമ്പിൽ എങ്ങനെയാണോ നാം ചെന്നു നിൽക്കേണ്ടത്, അതിൻ്റെ ഒരു പരിശീലനം, മുൻകൂർ പരിശീലനം. പക്ഷേ ഒരു കാര്യം നാം വളരെ ആഴത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ആരെങ്കിലും ഈ സ്നേഹവിളി കേൾക്കാതിരിക്കുകയോ ഇതിനെ നിഷേധിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് പടച്ചവന് യാതൊരു നഷ്ടമല്ല. കാരണം ഈ പ്രപഞ്ചത്തിലെ ഒന്നിൻ്റെയും ആശ്രയം അവനാശയാൽ ഒന്നിൻ്റെയും ആവശ്യം അവനിക്കില്ല. കഅബക്ക് ചുറ്റും നാം വലയം വെക്കുന്നത് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും കുറവ് നികത്താനല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിൻ്റെ താളം കണ്ടെത്താനാണ്. സൃഷ്ടാവിലേക്ക് നടക്കുമ്പോൾ നാം കണ്ടെത്തുന്നത് നമ്മെ തന്നെയാണ്. ആ യാത്ര നിഷേധിക്കുന്നവൻ സ്വന്തം ആത്മാവിനോട് തന്നെയാണ് അനീതി കാണിക്കുന്നത്. അള്ളാഹുവിലേക്കുള്ള സ്നേഹത്തിലേക്കുള്ള ശാന്തിയിലേക്കുള്ള ഏറ്റവും മനോഹരമായ ഒരു ട്രാവലിംഗ് ആണ്. അതിൻ്റെ പേരാണ് ഹജ്ജ്. അത് വലിയൊരു ഇബാദത്താണ്.